നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഓൺലൈൻ ട്രേഡിംഗിന്റെ പേരിൽ ലക്ഷങ്ങൾ തട്ടിയ 4 പേർ പിടിയിൽ. അവഗണനയിൽ നിന്നും മോചനമില്ലാതെ ചേറ്റുവ പാലം. അപകടങ്ങൾ പതിവാകുന്നു. ഇരുചക്രമോഷ്ടാക്കളായ കൗമാരക്കാർ പോലീസിന്റെ വലയിൽ കുടുങ്ങി. വാർത്തകൾ വിശദമായി. ഓൺലൈൻ ട്രേഡിംഗിന്റെ മറവിൽ കയ്പമംഗലം 3 പീടിക സ്വദേശിയിൽ നിന്നും 46 ലക്ഷം രൂപ തട്ടിയെടുത്ത സംഘത്തിലെ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലം കടക്കൽ സ്വദേശികളായ അബ്ദുൾ അയൂബ്, ഷിനാജ് അസ്ലം, തിരുവനന്തപുരം അനാട് സ്വദേശി ഷഫീർ എന്നിവരാണ് പിടിയിലായത്. പ്ലെക്സ് സിനിമ റിവ്യൂ എന്ന പേരിലുള്ള ഓൺലൈൻ ആപ്പ് വഴിയാണ് തട്ടിപ്പ് നടത്തിയത്. ആപ്പ് വഴി സിനിമകൾക്ക് റിവ്യൂ എഴുതി നൽകിയാൽ വൻ തുക പ്രതിഫലം വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ് നടത്തിയത്. കയ്പമംഗലം സ്വദേശിക്ക് ആദ്യം പ്രതിഫലം കിട്ടിയെങ്കിലും പിന്നീട് നിക്ഷേപം നടത്തിയാൽ കൂടുതൽ തുക നേടാം എന്ന ഓഫർ ലഭിച്ചതോടെയാണ് പരാതിക്കാരൻ പല തവണയായി 46 ലക്ഷം രൂപ നിക്ഷേപിച്ചത്. എന്നാൽ പണം തിരികെ ലഭിക്കാതെ വന്നപ്പോഴാണ് തട്ടിപ്പ് പുറത്തായത്. വിവിധ അക്കൗണ്ടുകളിലൂടെയാണ് പ്രതികൾ പണം നിക്ഷേപിച്ചിരുന്നത്. ഇതിൽ പലതും പോലീസ് കണ്ടെത്തി മരവിപ്പിച്ചിട്ടുണ്ട്. കയ്പമംഗലം CI ഷാജഹാൻ, SI സൂരജ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. ഇരുചക്രവാഹനങ്ങൾ മോഷ്ടിച്ച 4 കൗമാരക്കാർ വാടാനപ്പള്ളി പോലീസിന്റെ പിടിയിൽ. ഇവർ മോഷ്ടിച്ച 4 ഇരുചക്രവാഹനങ്ങൾ വാടാനപ്പള്ളി പോലീസും 2 വാഹനങ്ങൾ അന്തിക്കാട് പോലീസും കസ്റ്റഡിയിലെടുത്തു. വാടാനപ്പള്ളി ബീച്ചിൽ നിന്നും തൃത്തല്ലൂരിലേക്ക് പോകുന്ന വഴി ഇരുചക്രവാഹനങ്ങൾ മോഷണം പോയതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് മറ്റു മോഷണങ്ങളും തെളിഞ്ഞത്. താക്കോൽ വാഹനത്തിൽ തന്നെ വെച്ച് ഉടമസ്ഥർ പോകുമ്പോഴായിരുന്നു മോഷണങ്ങളെന്ന് പോലീസ് പറഞ്ഞു. മോഷ്ടിച്ച വാഹനങ്ങൾ വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ച് സ്റ്റിക്കറുകൾ ഒട്ടിച്ചും മോഷ്ടാക്കൾ തന്നെ ഉപയോഗിക്കുകയായിരുന്നു. താന്യത്ത് നമ്പർ പ്ലേറ്റ് ഇല്ലാതെ വാഹനമോടിച്ച സംഭവത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. വാടാനപ്പള്ളി സ്റ്റേഷൻ പരിധിയിലെ 2ഉം തൃശൂർ ഈസ്റ്റ്, പാവാറട്ടി, വലപ്പാട്, ചേർപ്പ് സ്റ്റേഷൻ പരിധികളിലെ ഓരോ മോഷണവുമാണ് ഇതോടെ തെളിഞ്ഞത്. കൂടുതൽ ഇരുചക്ര വാഹനങ്ങൾ ഇവർ കവർന്നിട്ടുണ്ടാകാമെന്ന സംശയത്തിലാണ് പോലീസ്. വാടാനപ്പള്ളി SHO BS ബിനു, SIമാരായ KG സജിൽ, ഷാഫി യൂസഫ്, സദാശിവൻ, റഫീഖ്, സീനിയർ CPO അരുൺ, CPOമാരായ പ്രദീപ് കുമാർ, വിനീത്, അക്ഷയ് എന്നിവരാണ് മോഷ്ടാക്കളെ പിടികൂടിയത്. അവഗണനയിൽ നിന്നും മോചനമില്ലാതെ ചേറ്റുവ പാലം. ചേറ്റുവ പാലത്തിൽ പല ഭാഗങ്ങളിലും വലിയ കുഴികളായി കിടക്കുകയാണ്. ചില ഭാഗങ്ങളിൽ ഇരുമ്പ് കമ്പികൾ പുറത്തായ നിലയിലാണ്. പാലത്തിലെ കുഴിയിൽ വീഴാതിരിക്കാൻ വാഹനം പെട്ടെന്ന് വെട്ടിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോഴാണ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത്. ദിനം പ്രതി ആയിരക്കണക്കിന് കണ്ടെയ്നർ ലോറികൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കടന്നുപോകുന്ന പാലമാണ് അവഗണനയിൽ കിടക്കുന്നത്. പാലത്തിലെ കുഴികളും ഇരുട്ടും കാരണം അപകടത്തിൽപ്പെടുന്നത് കൂടുതലും ഇരുചക്ര വാഹനങ്ങളാണ്. വൈദ്യുതി വിളക്കുകൾ കത്തിയിട്ട് മാസങ്ങളായി. ഇരുട്ടിന്റെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ പാലത്തിൽ നിന്ന് പുഴയിലേക്ക് മാലിന്യം വലിച്ചെറിയുന്നുമുണ്ട്. അടിയന്തരമായി പാലത്തിലെ കുഴികൾ അടച്ച് വാഹനയാത്രക്കാരെ അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കണമെന്നും പാലത്തിലെ വൈദ്യുതി വിളക്കുകൾ പ്രകാശിപ്പിക്കുന്നതിന് വേണ്ട നടപടി ഉടനെ സ്വീകരിക്കണമെന്നും സാമൂഹ്യ പ്രവർത്തകൻ ലത്തീഫ് കെട്ടുമ്മൽ ആവശ്യപ്പെട്ടു. ചേറ്റുവ പാലത്തിനോടുള്ള അധികൃതരുടെ അവഗണന തുടർന്നാൽ പാലത്തിൽ കുത്തിയിരിപ്പ് സമരം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. വാടാനപ്പള്ളി ബീച്ചിലെ ഫസൽ നഗറിൽ കടൽക്ഷോഭം. ബുധനാഴ്ച ഉച്ചയോടെയാണ് കടൽക്ഷോഭം രൂക്ഷമായത്. കടലോരത്തെ വീടുകളിലേക്ക് വെള്ളം ഇരച്ചുകയറി. റോഡ്, മതിൽക്കെട്ട്, കുടിവെള്ള പൈപ്പ് ലൈൻ എന്നിവ തകർന്നു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രന്യ, വാർഡ് മെമ്പർ നൌഫൽ വലിയകത്ത്, സെക്രട്ടറി തോമസ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു. വയനാട് ദുരിതബാധിതർക്ക് AIYF നിർമ്മിച്ചു നൽകുന്ന 10 വീടുകളുടെ ധനസമാഹരണത്തിന്റെ ഭാഗമായി വാടാനപ്പള്ളി മേഖലാ കമ്മിറ്റി ബിരിയാണി ചലഞ്ചിലൂടെ സ്വരൂപിച്ച 30,000 രൂപ മേഖലാ സെക്രട്ടറി AB ബിജീഷ്, മണ്ഡലം സെക്രട്ടറി സാജൻ മുടവങ്ങാട്ടിന് കൈമാറി. AIYF മണ്ഡലം ജോയിന്റ് സെക്രട്ടറി സജീഷ് വാലപ്പറമ്പിൽ, CPI മണ്ഡലം കമ്മിറ്റി മെമ്പർ അഷറഫ് വലിയകത്ത്,
LC അംഗം ജുബുമോൻ, രേവതി ചന്ദ്രൻ, അശ്വതി ചന്ദ്രൻ, ദിനേശ് എന്നിവർ പങ്കെടുത്തു. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ആരോഗ്യമുള്ള നല്ല നാളേക്കായി മണപ്പുറം മാക്കെയർ നൽകുന്ന മൺസൂൺ ഹെൽത്ത് ചെക്കപ്പ് ഓഫർ. വിദഗ്ധരായ ഡോക്ടർമാർ രൂപകൽപ്പന ചെയ്ത 50-ൽ പരം ടെസ്റ്റുകൾ അടങ്ങിയ ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് പാക്കേജ് ഇപ്പോൾ വെറും 2750 രൂപ മാത്രം. അതോടൊപ്പം 900 രൂപയുടെ വൈറ്റമിൻ D3 ടെസ്റ്റ് സൗജന്യം. ഈ ഓഫർ മാക്കെയറിന്റെ വലപ്പാട്, വാടാനപ്പള്ളി, കാട്ടൂർ, കാഞ്ഞാണി, ചേർ ബ്രാഞ്ചുകളിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 1800 309 1555. പൊന്നോണപ്പൂക്കൾ പോലെ പൊന്നോണപ്പൂക്കൾ പോലെ പുതുപുടവകൾ അർച്ചന സിൽക്സ് ചെറിയ വിലയിൽ വലിയ ഷോപ്പിംഗ് അർച്ചന സിൽക്സിൽ മാത്രം. പൊന്നോണപ്പൂക്കൾ പോലെ പൊന്നോണപ്പൂക്കൾ പോലെ പുതുപുടവകൾ അർച്ചന സിൽക്സ് അർച്ചന സിൽക്സ് തൃപ്രയാർ. അർച്ചന സിൽക്സ് ആൻഡ് സാരീസ് വാടാനപ്പള്ളി. ചോക്കോ സ്ട്രീറ്റ് മാർക്കറ്റിൽ ലഭ്യമായ ലോകോത്തര നിലവാരമുള്ള ചോക്ലേറ്റുകൾ, ഇമ്പോർട്ടഡ് ഡ്രൈ ഫ്രൂട്ട്സുകൾ, ഇമ്പോർട്ടഡ് നട്ട്സുകൾ, ആകർഷകമായ ഗിഫ്റ്റ് ഹാമറുകളുടെയും ഗിഫ്റ്റ് ബോക്സുകളുടെയും വലിയ ശേഖരം, കൂടാതെ ഗിഫ്റ്റ് മെറ്റീരിയലുകളും ലഭ്യമാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചോക്ലേറ്റുകൾ കൊണ്ട് ഗിഫ്റ്റ് ഹാമറുകൾ സെറ്റ് ചെയ്ത് നൽകുന്നു. ഹോം ഡെലിവറിയും ലഭ്യമാണ്. ചോക്കോ സ്ട്രീറ്റ്, ചിലങ്ക പെട്രോൾ പമ്പിന് എതിർവശം, വാടാനപ്പള്ളി. ഓർഡറുകൾക്ക് വിളിക്കുക 9207093681. ചേട്ടൻ എവിടെ? അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് കരുതി പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. മുഖത്ത് മിനുമിനുപ്പും പളവളപ്പും. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും എന്തോന്നു സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകളിലേക്ക്. മണലൂർ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള ജൂഡോ അക്കാദമിയിൽ ഈ മാസം 25-ന് നടക്കുന്ന ജില്ലാ ജൂഡോ മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ജേഴ്സി വിതരണം ചെയ്തു. മണലൂർ പഞ്ചായത്ത് മെമ്പർ ഷോയ് നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മുഖ്യ പരിശീലകൻ ഷൈനന്റ്, മറ്റു പരിശീലകരായ TR ലക്ഷ്മി, ആര്യ ലക്ഷ്മി, രക്ഷിതാക്കളായ സിനി ശ്രീകുമാർ, ശ്രുതി സുബിൻ എന്നിവർ സംസാരിച്ചു. ജൂഡോ, കരാത്ത, റെസ്ലിംഗ്, പിന്നെ ഹപ്പിഡോ എന്നൊക്കെയാണ് നമ്മുടെ മണലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ ഇപ്പോൾ നടന്നു വന്നിരിക്കുന്ന ആയോധന കലകൾ. ഏകദേശം നമുക്ക് 100ഓളം വിദ്യാർത്ഥികൾ ഇവിടെ ട്രെയിനിങ്ങിന് വരുന്നുണ്ട്. അപ്പോൾ ഷൈനം മാഷ നേതൃത്വത്തിൽ വളരെ ഭംഗിയായിട്ട് ലക്ഷ്മിയും പിന്നെ അക്ഷയും ഒക്കെ ആയിട്ട് വളരെ ഭംഗിയായിട്ട് നടന്നു കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ഏകദേശം കേരളത്തിന് വേണ്ടിയിട്ട് ഹപ്പിഡോയിൽ നാഷണൽ ലെവലിൽ നമ്മൾ ഓവറോൾ നേടുകയും 15 മെഡലോളം നമ്മൾ ഡൽഹിയിലുള്ള മത്സരത്തിൽ വെച്ച് നമുക്ക് ലഭിക്കുകയുണ്ടായി. 4 5 5 3
മഹിളാ കോൺഗ്രസ് വാടാനപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധി ജന്മദിനത്തിൽ നാരി നായി സമ്മാൻ സമരോഷ് ആദരം ദേശീയ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് ദീപൻ മാസ്റ്റർക്ക് സമ്മാനിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുചിത്ര ദിനേശ് അധ്യക്ഷയായി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം എ മുസ്തഫ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ സുഗന്ധി ഗിരീഷ്, പ്രിൻസി സുരേഷ്, കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് രഘുനാഥ്, മുൻ മണ്ഡലം പ്രസിഡന്റ് ശിവപ്രസാദ്, സേവിയർ ബൂത്ത് പ്രസിഡന്റ് പീതാംബരൻ വാലത്ത്, എം കെ മോഹനൻ, ദിനേശ് ആന്തു പറമ്പിൽ, ഷൈന ജോബി, സീമ സുനിൽ, ഷേണി സന്തോഷ് എന്നിവർ സംസാരിച്ചു. ലെല്ല പബ്ലിക്കേഷൻസിന്റെ 4ാമത് വിദ്യാഭ്യാസ അവാർഡ് സമർപ്പണം സെപ്റ്റംബർ 13 നടക്കും. എടമുട്ടം സരസ്വതി വിലാസം UP സ്കൂൾ പ്രധാനാധ്യാപിക KM മഹിജ ടീച്ചറാണ് ഇത്തവണ അവാർഡിന് അർഹയായിരിക്കുന്നത്. എടമുട്ടം സരസ്വതി വിലാസം UP സ്കൂളിൽ നടക്കുന്ന അവാർഡ് ദാന ചടങ്ങ് മുൻ MLA ഗീതാ ഗോപി ഉദ്ഘാടനം ചെയ്യും. എഴുത്തുകാരനും ക്രൈംബ്രാഞ്ച് DYSPയുമായ സുരേന്ദ്രൻ മങ്ങാട്ട് മൊമെന്റോ സമർപ്പണം നടത്തും. SN കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജയ, കയ്പമംഗലം SHO ഷാജഹാൻ, RI സക്കറിയ എന്നിവർ പങ്കെടുക്കുമെന്ന് ഡെല്ല പബ്ലിക്കേഷൻസ് ഡയറക്ടർ ബാപ്പു വലപ്പാട് അറിയിച്ചു. വയ നാടൻ തട്ട് എന്ന പേരിൽ സ്കൂൾ യുവജനോത്സവത്തോടനുബന്ധിച്ച് കണ്ടശങ്കടവ് PJMS GHSS NSS യൂണിറ്റ് ആരംഭിച്ച ഫുഡ് കോർട്ട് PTA പ്രസിഡന്റ് CA മുരളി ഉദ്ഘാടനം ചെയ്തു. ഭക്ഷണ സാധനങ്ങൾ വിറ്റുകിട്ടുന്ന മുഴുവൻ തുകയും NSS വയനാടിനായി നിർമ്മിച്ചു നൽകുന്ന ഭവന നിർമ്മാണ പദ്ധതിക്കായി നൽകുമെന്ന് പ്രോഗ്രാം ഓഫീസർ R രാജശ്രീ പറഞ്ഞു. പ്രിൻസിപ്പാൾ A അബീദ, വളണ്ടിയർ ലീഡർമാരായ നിഖിത V, നെൽസൺ, മാധവ് കൃഷ്ണ, ക്ലസ്റ്റർ കോർഡിനേറ്റർ R ശാലിനി എന്നിവർ സംസാരിച്ചു. കണ്ടശങ്കടവ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ യുവജനോത്സവം മഞ്ചീരം 2024 സിനിമാ നാടക സംവിധായകൻ ഷൈജു അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഒരിക്കൽ സ്കൂളിൽ നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ, അതായത് സ്കൂളിൽ പഠിക്കുമ്പോൾ, ഞങ്ങൾക്ക് തോന്നുന്നു 9ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു. 9ാം ക്ലാസ്സിൽ ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ, ഇപ്പോൾ രാജേഷ്, അവരൊക്കെ തഹസിൽദാരാണ്. അങ്ങനെ ഞങ്ങൾ പ്രകാശ്, അഭീഷ്, അങ്ങനെ 3-4 സുഹൃത്തുക്കൾ കൂടിയിട്ട് പ്രിൻസിപ്പാളുടെ അടുത്ത് പോയിട്ട് ഞങ്ങൾ ഒരു സമരം ഉണ്ടാക്കാൻ ശ്രമിച്ചു. സമരം എന്തിനായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ എക്സാം 3 തവണ നടത്തുന്നുണ്ട്, പരീക്ഷ 3 തവണ നടത്തുന്നുണ്ട്, എന്തുകൊണ്ട് യൂത്ത് ഫെസ്റ്റിവൽ 3 തവണ നടത്തുന്നില്ല? അതായിരുന്നു ഞങ്ങളുടെ ചോദ്യം. ഞങ്ങൾ വണ്ടിയിൽ തടിച്ച് ഉറപ്പിച്ചു. എൻ്റെ സമരം നടന്നില്ല. അത്ര ഇഷ്ടമായിരുന്നു അന്ന് യുവജനോത്സവത്തിൽ പങ്കെടുക്കുക, ജില്ലാ കലോത്സവത്തിൽ പോവുക എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ എനിക്ക് എല്ലാവരും എന്തെങ്കിലും ഒരു കലാപരിപാടിയിൽ പങ്കെടുക്കുന്നത് നല്ലതാണ്. കാരണം നമുക്കതിൽ ഭയങ്കര എടുക്കലാവാം, ഒന്നാമതെത്തണമെന്നില്ല. അതൊക്കെ 2ാമത്തെ കാര്യമാണ്. എത്താതിരിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും കലാപരിപാടിയിൽ പങ്കെടുക്കുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ കലയിൽ മാത്രമാണ് നമുക്ക് മറ്റൊരാളായിട്ട് മാറാൻ കഴിയുന്നത്. നമുക്ക് മറ്റൊരാളുടെ ജീവിതം അറിയാൻ കഴിയുന്നത്, മറ്റൊരാളുടെ ഇമോഷൻ അറിയാൻ കഴിയുന്നത് കലയിലൂടെ മാത്രമാണ്. PTA പ്രസിഡന്റ് CA മുരളി അധ്യക്ഷനായി. പ്രിൻസിപ്പാൾ അബീദ A, PTA വൈസ് പ്രസിഡന്റ് PA സുബിൻ, ഷിമി ഗോപി, ബീന K മേനോൻ, കലോത്സവം കൺവീനർ TS സൗമിനി എന്നിവർ സംസാരിച്ചു. മണലൂർ സെന്റ് തെരേസാസ് UP സ്കൂളിൽ സംസ്കൃത ദിനാഘോഷം സംഘടിപ്പിച്ചു. പ്രധാന അധ്യാപിക സിസ്റ്റർ വിന്നി ഉദ്ഘാടനം ചെയ്തു. സംസ്കൃതം ഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അധ്യാപിക ലിസ്ന ജെയിംസ് പ്രബന്ധം അവതരിപ്പിച്ചു. PTA പ്രസിഡന്റ് C മാത്യു ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു. സംസ്കൃത ഗ്രന്ഥങ്ങളിലെ കഥാപാത്രങ്ങൾ കോർത്തിണക്കിയ നിശ്ചല ദൃശ്യവും അരങ്ങേറി. നാടൻ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി വലപ്പാട് സർവീസ് സഹകരണ ബാങ്ക് നാടൻ പച്ചക്കറി ചന്ത ആരംഭിച്ചു.
ബാങ്കിന്റെ ഹെഡ് ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങ് വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് ബിനു എൻ ശ്രീധർ അധ്യക്ഷനായി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CR ഷൈൻ, പഞ്ചായത്ത് അംഗം EP അജയ് ഘോഷ്, കൃഷി ഓഫീസർ ലക്ഷ്മി K മോഹൻ, ബാങ്ക് സെക്രട്ടറി VR ബാബു എന്നിവർ സംസാരിച്ചു. എല്ലാ ആഴ്ചയിലും വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് പച്ചക്കറി ചന്ത ഉണ്ടാവുക. നാട്ടിലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ ചന്തയിൽ ന്യായവിലയ്ക്ക് വാങ്ങുന്നുണ്ട്. 22-23 പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ 75% സബ്സിഡിയോടുകൂടിയുള്ള റീറ്റെയിൽ ഔട്ട്ലെറ്റ് ആണ് ഇന്ന് സഹകരണ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ തുടങ്ങിയത്. ആഴ്ച ചന്തയായിട്ടല്ല, നമ്മളുടെ ഒരു അഭ്യർത്ഥന കൂടിയാണ് ഇത്. സാധനങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് എല്ലാ ദിവസവും തുറന്ന് പ്രവർത്തിക്കണം എന്നായിരിക്കും നമ്മളുടെ ജനങ്ങൾക്ക് ഉപകാരമായിരിക്കും. കാരണം ഉപയോഗിക്കാത്ത പച്ചക്കറികൾ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള റീറ്റെയിൽ ഔട്ട്ലെറ്റ് നമ്മുടെ കാർഷിക വികസന വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സൗകര്യപ്രദമാക്കി. ഇനി വാണിജ്യം. ഇന്ത്യയിലെ നമ്പർ 1 സ്മാർട്ട് ഫോൺ കമ്പനിയായ വിവോ തങ്ങളുടെ പ്രൈം കാറ്റഗറിയിലേക്ക് തൃപ്രയാറിൽ നിന്നും ഓസോൺ മൊബൈൽസിനെ തിരഞ്ഞെടുത്തു. Lotus Weather, inspired by the blooming lotus. All new Vivo V40. Vivo. വിവോ ഏരിയ സെയിൽസ് മാനേജർ വിവേകിൽ നിന്നും ഓസോൺ മൊബൈൽ മാനേജർ അനൂപ് അപ്പാടൻ പുരസ്കാരം ഏറ്റുവാങ്ങി. വിവോ ഡിസ്ട്രിബ്യൂഷൻ മാനേജർ സമീഷ്, ഓസോൺ മൊബൈൽസിന്റെ സാരഥി അബ്ദുൾ റഹ്മാൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മളിപ്പോൾ ഈ നിമിഷത്തിൽ നിൽക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മളുടെ ബ്രാൻഡിങ് മോഡലായ വിവോൻ്റെ നമ്മൾ തൃപ്രയാറിലെ ഏക പ്രൈം മെമ്പറായിട്ട് നമ്മളെ വിവോ കമ്പനി തിരഞ്ഞെടുത്ത ഒരു സന്തോഷകരമായ മുഹൂർത്തത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഓസോൺ മൊബൈൽസ് തൃപ്രയാറിൽ. അതിൻ്റെ ഒരു നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം കൊണ്ട് മാത്രമാണ് നമ്മൾക്ക് ആ ഒരു അച്ചീവ്മെന്റിലേക്ക് എത്താൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഓണത്തിൻ്റെതായിട്ടുള്ള എല്ലാ രീതിയിലുള്ള പ്രൊഡക്റ്റുകളും നമ്മളുടെ അവൈലബിൾ ആണ്. വിവോന്റെ ഇപ്പോൾ ഏറ്റവും ഒരു ലോഞ്ചിങ് ആയിട്ട് വന്നേക്കുന്നത് വിവോന്റെ V40 സീരീസ് ആണ്. അതുപോലെ തന്നെ V40 Pro സീരീസുകളും 2 മോഡലുകളാണ് വിവോ ഈ ഓണത്തിനായിട്ട് ഇറക്കിയിരിക്കുന്ന പ്രീമിയം മോഡലായിട്ട് മാർക്കറ്റിൽ വന്നേക്കുന്നത്. അതിൻ്റെ സെയിലുകൾ ഏകദേശം നമ്മളിപ്പോൾ ഓഗസ്റ്റ് 18 മുതൽ തന്നെ സെയിലിംഗ് നടന്നു. ഓസോണിൽ നല്ല ഹാപ്പി കസ്റ്റമേഴ്സ് അതിനുണ്ടായി. ഇന്നും ഞങ്ങൾക്കൊരു 3 കസ്റ്റമേഴ്സിന് അത് ഇന്നും നമ്മളിവിടെ സെയിൽ ചെയ്തിട്ടുണ്ട്. ഹാപ്പിയായ കസ്റ്റമേഴ്സ് അവരിവിടെ വന്ന് സെലക്ട് ചെയ്തിട്ട് വളരെ ചെറിയ EMI തുകയിലും ക്യാഷിലും ഒക്കെ ആയിട്ടാണ് അവരും പർച്ചേസ് ചെയ്തേക്കുന്നത്. ഈ ഓണം ആഘോഷമാക്കാനായി വിവോയുടെ ഏറ്റവും പുതിയ മോഡലുകൾ ഓസോണിൽ വിൽപ്പന തുടങ്ങി. ഏറ്റവും ചുരുങ്ങിയ നിരക്കിൽ കുറഞ്ഞ EMI സൗകര്യത്തോടെ ഈ ഫോണുകൾ സ്വന്തമാക്കാം. എക്സ്ചേഞ്ച് സൗകര്യവും ഓസോണിൽ ഒരുക്കിയിട്ടുണ്ട്. ഓസോൺ ഒരുക്കിയിരിക്കുന്ന ഓണവിസ്മയത്തിലൂടെ ഓരോ പർച്ചേസിലും സ്വർണം നേടാനുള്ള സുവർണ അവസരവുമുണ്ട്. കൂടാതെ ഓരോ പർച്ചേസിനുമൊപ്പം നിരവധി ആകർഷകമായ സമ്മാനങ്ങളുമുണ്ട്. എല്ലാ സ്മാർട്ട് ഫോണുകൾക്കും EMI സൗകര്യത്തിൽ ലഭിക്കും. പ്രോസസ്സിംഗ് ചാർജുകളില്ലാതെ 18 വയസ്സിന് മുകളിലുള്ള ആർക്കും EMI ലഭിക്കും. മോട്ടറോള, റെഡ്മി, OnePlus, ഓപ്പോ, വിവോ, സാംസങ്, നത്തിങ്, IQ തുടങ്ങിയ കമ്പനികളുടെയും അംഗീകൃത റീസെല്ലർ കൂടിയാണ് തൃപ്രയാർ ഓസോൺ മൊബൈൽസ്. നിങ്ങൾ ആഗ്രഹിച്ച സ്മാർട്ട് ഫോൺ നിങ്ങൾ ഉദ്ദേശിച്ച വിലയിൽ ലഭിക്കുന്ന തൃപ്രയാറിലെ ഏക ബ്രാൻഡഡ് ഷോറൂമാണ് ഓസോൺ മൊബൈൽസ്.
അപ്പോൾ ഓണമായിട്ട് നമ്മൾക്ക് ഈ ഒരു മോഡലുകൾ കരസ്ഥമാക്കാൻ EMI സ്കീമുകളും അതുപോലെ തന്നെ എക്സ്ചേഞ്ച് ഫെസിലിറ്റീസുകളും ഓസോൺ മൊബൈൽസിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഓസോണിൽ വരാം, ഈ ഓണം ഓസോണിനോടൊപ്പം ആഘോഷിക്കാം. ചന്ദ്രാപിനി ഈസ്റ്റ് പപ്പു മാസ്റ്റർ മെമ്മോറിയൽ UP സ്കൂളിലെ റിട്ടയർഡ് അധ്യാപിക ബേബി സരോജം അന്തരിച്ചു. കഴിമ്പ്രം വാലിപ്പറമ്പിൽ പരേതനായ നാണപ്പൻ്റെ ഭാര്യയാണ്. 78 വയസ്സായിരുന്നു. മക്കൾ ബൈജു, മഞ്ജു രാജേഷ്, മരുമക്കൾ ബബിത രാജേഷ്. സംസ്കാരകർമ്മം വെള്ളിയാഴ്ച രാവിലെ 10-ന് വീട്ടുവളപ്പിൽ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഓൺലൈൻ ട്രേഡിംഗിന്റെ പേരിൽ ലക്ഷങ്ങൾ തട്ടിയ 4 പേർ പിടിയിൽ. അവഗണനയിൽ നിന്നും മോചനമില്ലാതെ ചേറ്റുവ പാലം, അപകടങ്ങൾ പതിവാകുന്നു. ഇരുചക്ര മോഷ്ടാക്കളായ കൗമാരക്കാർ പോലീസിന്റെ വലയിൽ കുടുങ്ങി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.